ഹായ് ഫ്രണ്ട്സ്, സമത് ടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നലെ ചെയ്യാൻ പോണത് നമുക്കൊരു അടിപൊളി ബ്ലൂടൂത്ത് പെയർ ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക്, അതായത് ഇതേമാതിരി നമുക്ക് പെൻഡ്രൈവ് കുത്താൻ ഞാൻ കാണിച്ചിട്ട് പെൻഡ്രൈവ് കുത്താൻ നോക്കണം. പെൻഡ്രൈവ് കുത്താ, അതേമാതിരി ഇവിടെ മെമ്മറി കാർഡ് നമുക്ക് ഉപയോഗിച്ച് വർക്ക് ചെയ്യിക്കാം. ബ്ലൂടൂത്ത് ഒക്കെ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യിക്കാം കേട്ടോ. അത് നമുക്ക് ഇതിനിപ്പോ റിമോട്ടും കാര്യമൊക്കെ ഇതിനിപ്പോ കിട്ടുന്നുണ്ട് നമുക്ക്. ആ കുറഞ്ഞ റേറ്റ് നമുക്ക് ഇതിന് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയാണ് കാണിച്ചത്. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഉപകാരപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമായി സ്വന്തമായി ചെയ്തെടുക്കും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് വീഡിയോ കണ്ടു നോക്കട്ടോ. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെ വേണം നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ ഫസ്റ്റ് ആയിട്ട് വേണത് ഇതേമാതിരി ഒരു ബ്ലൂടൂത്ത് ബോർഡ് വേണം. ഇത് 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്ലൂടൂത്തിന്റെ ബോർഡാണിത്, കണ്ടല്ലേ. അപ്പൊ ഇതിനിപ്പോ റിമോട്ടും കാര്യങ്ങളും അതിനിപ്പം തന്നെ കേട്ടോ. അപ്പൊ ഇത് 5 വോൾട്ട് ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ ചാർജർ ഇതാ, അതൊക്കെ 5 വോൾട്ട് വരും. അത് ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഓഡിയോന്റെ ബോർഡായിട്ട് നമുക്ക് ഇതേമാതിരി ഒരു ബോർഡ് വേണം നമുക്ക്. ഇതും 5 വോൾട്ടാണ് ഈ ബോർഡ് വർക്ക് ചെയ്യണത് കേട്ടോ. പിന്നെ നമുക്ക് ഇതേമാതിരി ചെറിയൊരു സ്പീക്കർ വേണം നമുക്ക്. ഇത് 4 ഓംസിന്റെ 5 വാട്ട്സിന്റെ സ്പീക്കറാണ് ഇത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഒന്ന് ഫിറ്റ് ചെയ്താൽ നമുക്ക് നോക്കട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ബോർഡ് നമുക്ക് ഇത് പരിചയപ്പെടട്ടോ. അപ്പൊ ഈ ബോർഡ് 5 വോൾട്ടാണ് ഈ ബോർഡ് ഓൺ ആകാൻ ആവശ്യമായ ചാർജ് കേട്ടോ. 5 വോൾട്ട് ഉണ്ടെങ്കിൽ ഈ ബോർഡ് ഓൺ ആവും. ഞാൻ മൊബൈൽ ചാർജർ 5 വോൾട്ട് വരെ കണ്ടല്ലോ. അപ്പൊ ഇത് ഉപയോഗിച്ചാൽ നമ്മൾ ഇത് വർക്ക് ചെയ്യിക്കണത് കേട്ടോ. അപ്പൊ കണ്ടോ, ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് കണ്ടോ, +5 വോൾട്ട് കണ്ടോ. അതിന് തൊട്ട് താഴെ GND, ഇത് ഗ്രൗണ്ട് ആണിത്. അതായത് ഈ +5 എന്നുള്ളത് ഇത് പോസിറ്റീവ് ആണ് വരിക, അത് നെഗറ്റീവ് ആണ് വരിക കേട്ടോ. അത് മാറിപ്പോയത്. അപ്പൊ ഇതിമേല് +5 എന്നുള്ള വയറതാ, ഇത് വെറും പ്ലെയിൻ വയറാണിത്. കാരണം ഇതിമേൽ വർക്കും ഇല്ല, കണ്ടല്ലേ. നേരെ മറിച്ച് ഗ്രൗണ്ട് എന്നുള്ള വയറതാ, ഇതിമേല് ഫുള്ള് മാർക്കിംഗ് ആണ് കണ്ടോ. റെഡ് ലൈൻ കാണുന്നത്, ഇത് നെഗറ്റീവ് വയറാണ് കേട്ടോ. ഈ റെഡ് ഇത് വരുന്നത് നെഗറ്റീവ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കണ്ടല്ലേ. അടിയത്തെ വയറാണിത്, ഗ്രൗണ്ട് എന്നുള്ള വയറാണിത് കണ്ടോ. ഇതിമേല് ഇത് നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പൊ ഇത് മാറിപ്പോരുത്. അപ്പൊ ഇനി നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് കേബിൾ ഇവിടെ കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി 2 വയറുണ്ടാവും കണ്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഇതിന് ഓപ്പോസിറ്റ് പിന്ന് വാങ്ങുള്ളൂ. ഇതേമാതിരി ഫീമെയിൽ വാങ്ങുള്ളൂ. ഇതിന് 10 രൂപ റേറ്റ് വരും. ഇത് നേരെ ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതിവിടെ കണക്ട് ആയി. ഇനി ഇവിടെ 2 വയർ സോൾവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് +- മാറിയത് കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഈ വയറിനെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 വയറുണ്ടാവും കണ്ടോ. ഇതില് ഈ റെഡും ബ്ലാക്കും മാത്രം മതി നമുക്ക് ഇത് വർക്ക് ചെയ്യാനായി. ഈ 2 വയർ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പൊ ഇതില് ഇതാ നെഗറ്റീവ് വരിക, ഇത് പോസിറ്റീവ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ഇവിടെ മാറാതെ നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതില് പ്ലെയിൻ വയറാണ് ഇതില് പിന്നെ പോസിറ്റീവ് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പിന്ന് ഉപയോഗിക്കുക, ഞാൻ നേരെ വയറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ വയർ പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വയർ മാറാതെ വേണം സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ കണ്ടോ, നമ്മൾ 2 വയർ ഇവിടെ സോൾവ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ സപ്ലൈ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് നമ്മളെ ഓഡിയോന്റെ ബോർഡ് കണ്ടല്ലേ. അപ്പൊ ഇത് വർക്ക് ചെയ്യണത് 5 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യണത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിമേൽ 4 വയറുണ്ട് കണ്ടോ. റെഡ് വയർ, ഈ റെഡ് വയർ ഇത് FM-ന്റെ വയറാണ്, FM-ന്റെ ഏരിയയിലായിട്ട് ഉപയോഗിക്കുന്ന വയറാണ്. അപ്പൊ നമുക്ക് ഇത് ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ നേരെ എങ്ങനെയാണ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടല്ലേ. അപ്പൊ ഈ റെഡ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇനി നമുക്ക് ഇവിടെ കണ്ടെങ്കിൽ ഇവിടെ 3 പോയിന്റ് ഇതാ, ഇവിടെ LETR എന്ന് കാണും കണ്ടോ. ഇതിന്റെ ഇതേ നേരെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 വയർ ഇങ്ങനെ വെച്ചാണ്ട് സോൾവ് ചെയ്ത് കൊടുക്കണം. അതായത് നടുവത്തെ വയർ ഈ രണ്ടാമത്തെ പിന്നെ തന്നെ സോൾവ് ചെയ്ത് കൊടുക്കണം. അത് മാറി പോയത് കേട്ടോ. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ 1ാമത്തെ വയർ എന്ത് ചെയ്യാ, ഈ L എന്നുള്ളടത്ത് സോൾവ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലേ. 2ാമത്തെ വയർ ഈ T എന്നുള്ളത് സോൾവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 3ാമത്തെ വയർ R എന്നുള്ളതും സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ബോർഡ് മാർക്ക് ചെയ്യുന്നത് 5 വോൾട്ട് കണ്ടോ. ഇവിടെ +- കണ്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 5 വോൾട്ട് ഇവിടെ നമുക്ക് കൊടുക്കണം, എന്നാലും ബോർഡ് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ മാറാതെ എന്താ ചെയ്യാ, ഇതാണ് +- പ്ലസ് തന്നെ കൊടുക്കുക, -- കൊടുക്കുക കേട്ടോ. അപ്പൊ അത് മാറാതെ തന്നെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ പ്ലസ് സോൾവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നെഗറ്റീവ് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പൊ കണ്ടോ, അത് നമ്മള് അപ്പൊ സോൾവ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇനി നമുക്ക് ഇവിടെ മുകളിൽ കാണുന്നത് ഔട്ട് കണ്ടോ, ഔട്ട് ലെഫ്റ്റ് റൈറ്റ് കണ്ടോ, ഇതിന് നമുക്ക് 2 സ്പീക്കർ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ഒരു സ്പീക്കർ ഞാൻ കൊടുത്ത് കാണിച്ചു തരുന്നത്, എന്റെ ഒരു സ്പീക്കർ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒന്നേ കൊടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ 2 സ്പീക്കർ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഇതേമാതിരി സ്പീക്കർ വേണം നമുക്ക് കണ്ടേ. ഇത് 4 ഓംസിന്റെ, അപ്പൊ ഇത് 4 ഓംസിന് 5 വാട്ട്സിന്റെ സ്പീക്കർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്താണ്ട് കാണിച്ചു തരാം. അപ്പൊ ഈ ബോർഡുമ്മേൽ കണ്ടെങ്കിൽ ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ഇതാണ്ടോ പ്ലസ് മൈനസ് കണ്ടോ, അതായത് ഇവിടെയൊക്കെ പ്ലസ് മൈനസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് അതേമാതിരി തന്നെ പിന്നെ കൊടുക്കട്ടോ, ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ റെഡാണ് പ്ലസ് ഉള്ളത്, അപ്പൊ റെഡാണ് പ്ലസ് വരുന്നത് കേട്ടോ. ബ്ലാക്ക് ആവുമ്പോൾ നെഗറ്റീവ് ആണ് വരിക. അപ്പൊ നമ്മളത് സോൾവ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഈ ബോർഡിലേക്ക് 5 വോൾട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ നമ്മള് മൊബൈൽ ചാർജർ എടുത്തില്ല, ഇവിടെ തന്നെ നമുക്ക് കൊടുക്കണം കേട്ടോ 5 വോൾട്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ഞാൻ ചെയ്ത മാതിരി തന്നെ പ്ലസ് മൈനസും മാറാതെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നെഗറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സോൾവ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത് സീവ് നമുക്ക് നീക്കി കൊടുക്കാം. സീവിന് കുഴപ്പമൊന്നുമില്ല, നേരെ ഇൻസ്ട്രക്ഷനെ പറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത് ഷോർട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ചാർജർ ബോർഡൊക്കെ കംപ്ലൈന്റ് ആവും കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ നല്ല ശ്രദ്ധിച്ചോണ്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ എല്ലാവർക്കും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടോ. അപ്പൊ ഇനി നമുക്ക് ഓൺ ആക്കി നോക്കണം. അപ്പൊ നമ്മുടെ ചാർജർ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. കണക്ട് ചെയ്തു, സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓണാക്കി കണ്ടില്ലേ, ഫസ്റ്റ് FM ആണ് വന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഇത് റിമോട്ടൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വരുമ്പോ ഒന്ന് ഓഫാക്കി നോക്കാം കേട്ടോ. കണ്ടോ, ഓഫായി. ഇനി ഓണാക്കി നോക്കാം. കണ്ടില്ലേ, ഓണായി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് വർക്ക് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. മൊബൈലുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക്. നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മോഡ് നമുക്ക് ബ്ലൂടൂത്ത് ആക്കി മാറ്റണം കേട്ടോ. കണ്ടില്ലേ, ഇപ്പൊ ബ്ലൂടൂത്ത് ഓണായി. ഇനി നമുക്ക് ഫോണായിട്ട് നമുക്കൊന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് ഒരു BT90 കേട്ടോ. കണ്ടോ, പേരായി കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. കണ്ടല്ലേ, അപ്പൊ ഇത് വർക്ക് ചെയ്യണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതേ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൗണ്ട് കൂടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലേ, അപ്പൊ അത് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് റിമോട്ടിൽ നമുക്ക് സൗണ്ട് കൂടും ചെയ്യാം, റിമോട്ട് മേലെ കേട്ടോ. ഇതാണോ, കണ്ടല്ലേ സൗണ്ട് വർക്ക് ചെയ്യണോ. ഇനി ഇവിടെ നമുക്ക് വർക്കും ചെയ്യാണെങ്കിൽ അല്ലേ സൗണ്ട് കുറയണേ. അപ്പൊ നല്ല സൗണ്ട് ഉണ്ട്, അതിന് നല്ല സൗണ്ട് ഉണ്ട്. കണ്ടല്ലേ, നോക്കിട്ടോ. കണ്ടല്ലേ, അപ്പൊ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ കണ്ടില്ലേ, നല്ല സൗണ്ട് ഉണ്ട് അത്. കണ്ടല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഈ ബോക്സിന് പകരം നമുക്ക് യോമിതേരം ബോക്സ് എടുത്ത് കൊടുക്കാൻ നമുക്ക്. അപ്പൊ ഇതുകൂടി ഒന്നുകൂടി നല്ല ക്ലിയർ ആയി നമുക്ക് സൗണ്ട് കേൾക്കാം നമുക്ക്. ഇത് ചെറിയ ബോക്സ് ആകുമ്പോ
സൗണ്ട് പിന്നെ നല്ല ഫുൾ സൗണ്ട് കൂട്ടി കഴിഞ്ഞാൽ ചെറിയ പരപ്പുണ്ടാവും. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വർക്കിംഗ് ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടം തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത്തിലെ ബെല്ലൈക്കൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.